അധ്യക്ഷപീഠം അലങ്കരിച്ച് കാര്യപരിപാടികൾ നിയന്ത്രിക്കുന്ന ചികിത്സാ സഹായ സമിതിയുടെ ബഹുമാന്യനായ ചെയർമാൻ ശ്രീ അയ്യൂബ് വെഞ്ചേമ്പ് അവർ, നാം ഏവരെയും ഈ ജനകീയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്ത ചികിത്സാ സമിതിയുടെ ജനറൽ കൺവീനറും സാക്ഷര കേരളത്തിലുടനീളം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായി നിൽക്കുന്ന ശ്രീ ജലീൽ പുനലൂർ, കേരളത്തിൻ്റെ തന്നെ പരിണിതപ്രജ്ഞരായ നിയമസഭാ സാമാജികരിൽ ഒരാളും തികഞ്ഞ വിനയാന്വിതനുമായ ശ്രീ PS സുഭാൽ സാർ MLA, മറ്റ് ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തൻ്റെ സഹജീവിക്ക് ഒരു പ്രശ്നം നേരിട്ടപ്പോൾ കേവലം ഒരു ഫോൺ കോളിലോ ഒരു വാട്സാപ്പ് മെസ്സേജിലോ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിച്ച ഈ നാടിൻ്റെ വിശിഷ്യ കേരളത്തിൻ്റെ അഭിമാനവും മാതൃകയുമായ വെഞ്ചേമ്പ് നിവാസികളെ, സഹോദരങ്ങളെ, വലിയ ഒരു പ്രഭാഷണത്തിനപ്പുറം സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം കുറിക്കുക എന്നതാണ് നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എനിക്ക് പകരം ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടിയിരുന്നത് ഞങ്ങളുടെ കാരുണ്യ കൂട്ടായ്മയുടെ അഭിമന്യനായ അധ്യക്ഷൻ, നിങ്ങളൊക്കെ അറിയുന്ന ശ്രീ സാജൻ കേച്ചേരി അവർകളായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോങ് ദൂര യാത്രകളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ഇയർ ബാലൻസ് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് അതിന് പകരമായി എന്നെ നിശ്ചയിക്കപ്പെട്ടത്. മാനവ സേവ മാധവ സേവ എന്ന മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തെ സേവിക്കും പോലെയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നീ എന്ന സ്വത്വത്തോടും നിന്റെ ബന്ധുക്കളോടും മക്കളോടും നിന്റെ സമൂഹത്തോടും ചുറ്റുപാടിനോടും എത്രത്തോളം പ്രാധാന്യവും അവർക്കെത്ര പരിഗണനയുമാണോ നീ നൽകുന്നത്, അതേപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്നാണ് ജീസസ് ക്രൈസ്റ്റ് ഉത്ബോധിപ്പിക്കുന്നത്. ഇർഹമു മൻഫിൽ അർളി ഇർഹമുകും മൻഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, വാനലോകത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി ഇതിനപ്പുറം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും മതത്തിൻ്റെ ചിന്തകൾക്കപ്പുറം ജീവിക്കുന്നവരുമായ ഒരു വലിയ മനുഷ്യ സമൂഹമുണ്ട്. അവരും മനുഷ്യനെന്ന പച്ച പരമാർത്ഥത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ നേർക്കുനേർ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യസ്നേഹികളായ ജനവിഭാഗം കൂടി സന്നിവേശിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം രൂപപ്പെടുന്നത്. ഈ സമൂഹത്തിന് ഭോഗനിഷ്ഠയുടെ മരുപ്പറമ്പായി മാറിക്കഴിഞ്ഞ മർത്യ സമൂഹം വെട്ടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമുള്ള ഓട്ടത്തിൻ്റെ ഓട്ടപ്പാച്ചിലും കഠിനമായ തിരക്കിലുമാണ്. എൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്താണെന്ന് അവശേഷിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ഞാനും, നിങ്ങളുടേതായി എന്താണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങളും, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ അളവുകോലുകളെ എങ്ങനെയാണ് തിട്ടപ്പെടുത്താൻ സാധിക്കുക? നമ്മുടെ കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ അവരനു വേണ്ടി, സഹസൃഷ്ടികൾക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി ഒരല്പം സമയം മാറ്റിവെക്കാൻ നാം എല്ലാവരും സന്നദ്ധരാകുമെങ്കിൽ ആ സന്നദ്ധത ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് സോഷ്യൽ മീഡിയ ചാരിറ്റിയുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിൽ കേരളീയ പൊതുസമൂഹം നമ്മെ പഠിപ്പിക്കുന്നത്. അത്രയേറെ പ്രാധാന്യത്തോടെ തൻ്റെ ഒപ്പം ജീവിക്കുന്ന
ഒരു മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല ഒരു ജീവിയുടെ പ്രശ്നത്തെ പോലും അതീവ പ്രാധാന്യത്തോടെ കാണുന്നവരാണ് കേരളീയർ. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ ഇത്രയേറെ മനുഷ്യ സ്നേഹത്തെ ചേർത്തു വെക്കുന്ന, സഹജീവികളുടെ പ്രശ്നങ്ങളെ സ്വജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായി കാണുന്ന ഒരു സമൂഹത്തെ മറ്റൊരു സംസ്ഥാനത്തിലും നമുക്ക് ഇത്രമേൽ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു രാജ്യത്ത്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ, ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുകയാണ് വെഞ്ചേപ്പിൻ്റെ ഈ മാനവ ഹൃദയങ്ങളെല്ലാം ചേർന്നത്. എത്ര പ്രശംസിച്ചാലും മതി വരാത്ത, എനിക്കറിയാം വലിയ ഒരു മാസത്തെയോ 2 മാസത്തെയോ സംഘാടക സമിതിയുടെ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സംഘാടകരുടെ പ്രവർത്തനങ്ങളൊന്നും വെഞ്ചേപ്പിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്നോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ജലീൽ സാഹിബ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്. ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു ഇങ്ങനെ നിഷാദുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്. ആ എണ്ണപ്പെട്ട വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു പ്രയാസത്തിൻ്റെ ദീനരോദനങ്ങൾ നുരഞ്ഞു പൊങ്ങിയപ്പോൾ അതിനെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു രോഗിയും ഉണ്ടാകാൻ പാടില്ല, സാമ്പത്തിക പിന്നോക്കാവസ്ഥ കൊണ്ട് ചികിത്സ ലഭ്യമാകാതെ ഒരു മനുഷ്യൻ്റെയും ജീവിതം പൊലിയാൻ പാടില്ല എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യരെയും എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഒരു മേഖലയിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ഗ്രൂപ്പുകളിലൂടെ, സംഘടനാ സംവിധാനങ്ങളിലൂടെ കൃത്യമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമുദായിക സംഘടനകളും മത കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ അറിയിപ്പ് ലഭിച്ചാലാകാം ഒരുപക്ഷെ ജനസാഗരമുണ്ടാകുക. എന്നാൽ വെഞ്ചേപ്പിൻ്റെ നന്മയെ കേരളത്തിൻ്റെ നന്മയോളം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിങ്ങളുടെ ഈ സാന്നിധ്യം കാരണമായിട്ടുണ്ട് എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടേറെ പ്രദേശങ്ങൾ സന്ദർശിക്കാറുണ്ട്. കക്ഷി രാഷ്ട്രീയം ഒരു ഭാഗത്ത്, ജാതിമത ചിന്ത മറുഭാഗത്ത്, കൊടിനിറ വ്യത്യാസം ഒരു ഭാഗത്ത്, സംഘടനാ പക്ഷപാതിത്വം മറുഭാഗത്ത്. വസ്തുതകളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക്, ബോധ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മതിൽ കെട്ടുന്ന ഏതു സംഘടനയായാലും ഏതു രാഷ്ട്രീയ സംവിധാനമായാലും അത് ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയല്ല എന്ന് തിരിച്ചറിയുന്നിടത്തു നിന്നാണ് മനുഷ്യന്റെ മാഹാത്മ്യത്തെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ, അതിൻ്റെ നെല്ലും പതിരും തിരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വിശാലമായ ഒരു പ്രഭാഷണത്തിനപ്പുറം വിപുലമായ ഒരു പ്രവർത്തനം അതുണ്ടായാൽ മാത്രമാണ് നിഷാദിനെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുക. നമ്മളൊക്കെ വിചാരിക്കും ആരെങ്കിലും